നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ വാർത്ത കേരളമൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഉളുപ്പില്ലായ്മയുടെ ഒരു വാർത്തയാണിത്. ആളുകളൊക്കെ പണിമുടക്കിൻ്റെ ഭാഗമായി പൊരിവെയിലിൽ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിൻ്റെ ഒരു മന്ത്രി കൂടി ഇതാ റോഡിലൂടെ നടന്നു വരുന്നു. മന്ത്രിയുടെ അനുചരവൃന്ദമാണ് ഈ മാസ് ഹീറോയിസം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുത്തത്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റോസ് ഹൗസിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മേട്ടുക്കടയിലെ CPM ഓഫീസിലേക്ക് നടന്നെത്തുന്ന കാഴ്ചകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. റോസ് ഹൗസിൽ നിന്ന് മേട്ടുക്കട CPM ഓഫീസിലേക്ക് അധിക ദൂരമില്ല. എങ്കിലും മന്ത്രി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മേട്ടുക്കടയിലെ CPM ഓഫീസിലെത്തിയത് വലിയ വാർത്തയായാണ് ഇപ്പോൾ CPM ആഘോഷിക്കുന്നത്. കേരളത്തിൽ പൊതുവെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറയുന്നത് മാധ്യമങ്ങളെയും പാല്, മരുന്ന് തുടങ്ങിയ സ്ഥാപനങ്ങളെയുമാണ് എന്ന് സമരത്തിൻ്റെ നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ഒരു പുതിയ സംശയം മലയാളിക്ക്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസും CPM ഓഫീസുകളുമൊക്കെ അവശ്യ സർവീസിൻ്റെ പരിധിയിൽപ്പെടുത്തി ഈ പണിമുടക്കിൽ നിന്ന് സമര നേതാക്കൾ ഒഴിവാക്കിയിരുന്നു. AKG സെൻറ്റർ പതിവ് പോലെ പ്രവർത്തിക്കുന്നു. മറ്റ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസുകളൊക്കെ ഇന്ന് സജീവമാണ്. CPM ഓഫീസുകൾ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുവെന്നർത്ഥം. മന്ത്രി പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വഴിയിലൂടെ നടന്നു നീങ്ങിയത് മേട്ടുക്കട ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ജോലി ചെയ്യാനാണ്. എത്ര വികൃതമാണ് ഈ കാഴ്ചകളെന്ന് കേരളം തിരിച്ചറിയുക. എന്നാൽ മറുവശത്ത് CPM ഓഫീസുകളൊക്കെ പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളും എന്തിനേറെ മരുന്ന് കടകളും വരെ തങ്ങൾ അടിച്ചു തകർക്കുമെന്ന നിലപാടാണ് ട്രേഡ് യൂണിയൻ അംഗങ്ങൾക്ക്. കോഴിക്കോട് മുക്കത്ത് ഒരു മീൻ കടയിലെത്തി സമരാനുകൂലികൾ ഭീഷണി മുഴക്കി. കടയടച്ചില്ല എങ്കിൽ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയത്. മീൻ സൂക്ഷിക്കാൻ മാർഗമില്ല, ഇന്ന് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം ചീഞ്ഞു നാറി തങ്ങൾക്ക് വലിയ നഷ്ടം വരുമെന്ന് മീൻകട ഉടമ പറഞ്ഞു. എന്നാൽ കടയടച്ചില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് മീൻ കത്തിക്കുമെന്നായി സമരാനുകൂലികൾ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ T വിശ്വനാഥനാണ് ഭീഷണി മുഴക്കിയത്. പ്രദേശത്തെ കടകളൊക്കെ അവർ വിരട്ടി അടപ്പിച്ചു. ഒരൊറ്റ സ്വകാര്യ ഓഫീസ് പോലും പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. പോലീസ് നോക്കി നിൽക്കെ തുറന്നു പ്രവർത്തിച്ച മാളും സമരാനുകൂലികൾ അടപ്പിച്ചു. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലുള്ള ഭക്ഷണശാലയും അവർ അടപ്പിച്ചു. ബംഗളൂരിൽ നിന്നടക്കം വന്ന ദീർഘദൂര ബസ്സുകൾ തടയുന്ന സ്ഥിതിയുണ്ടായി പ്രദേശത്ത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനാണ് മർദ്ദനമേറ്റത്. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കിവിട്ടു. ഷിബു കാട്ടാക്കട സർക്കാർ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ തേടി. റോഡിലൂടെ നടന്നു നീങ്ങുമ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയോട് ചില ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമപ്രവർത്തകരോട് ശിവൻകുട്ടി പറഞ്ഞ വർത്തമാനമാണ് അതിലേറെ തമാശ. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഗവർണറാണെന്ന് മന്ത്രി പറയുന്നു. സമരാനുകൂലികൾ യാത്രക്കാരെ തടഞ്ഞ സംഭവത്തെയും മന്ത്രി ന്യായീകരിച്ചു. സമരക്കാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. 6 മാസം മുൻപേ പ്രഖ്യാപിച്ചതാണ് ഈ സമരം. ഗണേഷ് കുമാർ പറഞ്ഞത് ഇന്നലെ സമരത്തിനെതിരായിട്ട് മന്ത്രി ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിട്ട് ഗണേഷ് കുമാറിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് മനസ്സിലാക്കട്ടെ. മുന്നണിക്കകത്ത് അങ്ങനെ പ്രസ്താവന വരുമ്പോൾ നമ്മുടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ 4ഓളം വരുന്ന വൈസ് ചാൻസലർമാർ ചില പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതിയുള്ള അവരുടെ യോഗങ്ങളിൽ പങ്കെടുത്തിരിക്കുകയാണ്. അത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും വൈസ് ചാൻസലർമാരുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം NCERTയും അതുപോലെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരും ഒരു RSS നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകും. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു നിലപാട് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടി മാത്രമേ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഇടപെട്ട് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ 2-3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സമരങ്ങൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ. കേരളത്തിൽ KSRTC ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ഒരു വശത്ത്,
മറുവശത്ത് മന്ത്രിയുടെ പ്രഖ്യാപനം അവിടെ നിൽക്കട്ടെ, KSRTC ബസ്സുകൾ നിരത്തിലിറക്കിയാൽ വിവരമറിയുമെന്നാണ് CPM നേതാക്കളുടെ വിരട്ട്. ഒടുവിലിത ഹെൽമറ്റ് ധരിച്ച് വാഹനമോടിച്ച KSRTC ഡ്രൈവറുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ദേശീയ തലത്തിലും ഈ ചിത്രം ഇപ്പോൾ വൈറലാണ്. കേരളത്തിലെ അവസ്ഥ ഇങ്ങനെ എന്നതാണ് ഈ ചിത്രത്തിന് വരുന്ന അടിക്കുറിപ്പ്. എന്തായാലും ഹെൽമറ്റ് ധരിച്ച് KSRTC ബസ് നിരത്തിലിറക്കിയ ഡ്രൈവർക്ക് തന്റെ സർവീസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് സമരക്കാരെത്തി വാഹനം വഴിയിൽ തടഞ്ഞിട്ടു. ഇനി KSRTC ഡ്രൈവർക്ക് തന്റെ സർവീസ് പൂർത്തിയാക്കാൻ കഴിയുമോ? ഇത് കാത്തിരുന്ന് കാണാം. പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തിന് സർവീസ് പോയ ബസ്സിലെ ഡ്രൈവർ ഷിബു തോമസ് ആണ് ഹെൽമറ്റ് ധരിച്ച് വണ്ടി ഓടിച്ചത്. സമരാനുകൂലികളുടെ ആക്രമണം ഭയന്നാണ് താൻ ഹെൽമറ്റ് ധരിച്ചത് എന്ന് ഷിബു പിന്നീട് വിശദീകരിച്ചു. ഈ ബസ് അടൂരിൽ സമരാനുകൂലികൾ തടഞ്ഞു. സമാന തടയലുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടക്കുന്നു. ബലം പ്രയോഗിച്ച് കടകളടയ്ക്കുന്നു, വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞിടുന്നു. അതിശക്തമായ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസമാണ് കേരളത്തിൽ കാണുന്നത്. ദേശീയ പണിമുടക്കിനാണ് ഇടത് ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തതെങ്കിലും കേരളത്തിലും പശ്ചിമ ബംഗാളിലും മാത്രമാണ് അല്പമെങ്കിലും ഈ പണിമുടക്ക് ഏശിയത്. കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ബന്ദിന് സമാനമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്നു. പൂർണ്ണമായും രാജ്യത്ത് പരാജയപ്പെട്ട ഒരു ദേശീയ പണിമുടക്ക്. കേരളത്തിൽ മാത്രം അതിൻ്റെ അലയൊലികൾ. ഭരിക്കുന്ന പാർട്ടി സർക്കാർ ഒത്താശയോടെയാണ് ഇവിടെ ഗുണ്ടായിസം അരങ്ങ് തകർക്കുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസുകളും CPM ഓഫീസുകളുമൊക്കെ പതിവ് പോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ മറ്റു സ്ഥാപനങ്ങളൊന്നും തുറക്കാൻ അവർ അനുവദിക്കുന്നുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.